പോലീസ് സ്റ്റേഷനിൽ ഇരുന്നു കൊണ്ടാണ് അനന്തുകൃഷ്ണൻ ഈ ഓഡിയോ സന്ദേശം നൽകിയത്. കൂടുതൽ പരാതികൾ വരാതെ പദ്ധതിയുടെ കോർഡിനേറ്റർമാർ ശ്രദ്ധിക്കണമെന്നാണ് അനന്തു ആവശ്യപ്പെടുന്നത്. ജയിലിന് പുറത്തു വന്നാൽ മാത്രമേ സ്കൂട്ടറാണെങ്കിലും പണമാണെങ്കിലും നൽകാൻ കഴിയൂ. 9 വൻകിട കമ്പനികൾ CSR ഫണ്ട് നൽകാൻ തയ്യാറാണെന്നും അനന്തു ഇതിൽ അവകാശപ്പെടുന്നുണ്ട്. അറസ്റ്റിലായ ശേഷവും ആളുകളെ വീണ്ടും പറ്റിച്ച് കേസുകൾ ഒഴിവാക്കാൻ നടത്തുന്ന നീക്കങ്ങളാണ് ഓഡിയോയിലൂടെ പുറത്തുവരുന്നത്. പരാതിയുടെ മേൽ പരാതികളായിട്ട് പോയാൽ എനിക്ക് പുറത്തു വരവ് സാധ്യമാകില്ല. ഞാൻ പുറത്തു വന്നാൽ നിങ്ങളുടെ എല്ലാവരുടെയും കാര്യങ്ങൾ തീർക്കാനുള്ളത് എന്നെ സഹായിക്കാൻ ആളുകളുണ്ട്. കമ്പനികൾ പൈസ തരാൻ തയ്യാറാണ്. എനിക്ക് അവരുടെ പേരുകൾ ഞാൻ പുറത്തു പറയില്ല. തുടർച്ചയായി പല സ്റ്റേഷനുകളിൽ പരാതികൾ വന്നാൽ ഞാൻ പുറത്തിറങ്ങാൻ വൈകും. ഞാൻ പുറത്തിറങ്ങിയാൽ നിങ്ങൾക്ക് സാധനം കിട്ടണമെങ്കിലും നിങ്ങളുടെ പണം തിരികെ തരണമെങ്കിലും വൈകും. സീഡ് സൊസൈറ്റി വഴിയാണ് അനന്തു ഏറ്റവും കൂടുതൽ പണം സമാഹരിച്ചിരിക്കുന്നത്. 64 ബ്ലോക്കുകളിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ഓരോയിടത്തും പ്രാദേശിക ജനപ്രതിനിധികളെ മുഖമാക്കിയാണ് അനന്തു തട്ടിപ്പ് ആസൂത്രണം ചെയ്തത്. കോതമംഗലം രൂപത, അതുപോലെ തന്നെ നമ്മൾ ആലപ്പുഴ രൂപത, അങ്ങനെ പല രൂപതകളും ഇതിനകത്ത് ഈ തയ്യൽ മെഷീൻ കൊടുക്കുന്നു, ലാപ്ടോപ്പ് കൊടുക്കുന്നു, അതൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ BJPയുടെ നേതാക്കന്മാർ കൊടുക്കുന്നതായിട്ട് നമ്മൾ അറിഞ്ഞു. അങ്ങനെയാണ് ഈ ഒരു പദ്ധതി നമ്മൾക്കൊരു മെമ്പറായിരിക്കുന്ന സമയത്ത് ജനങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കൂടി ചെയ്യാൻ സാധിക്കുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് വന്ന് പെട്ടത്. ഇതിനകത്ത് ഭയങ്കര വിശ്വാസമായി ആളുകൾക്ക്. അപ്പോൾ അങ്ങനെ മൂവാറ്റുപുഴയിൽ മൊത്തം 8 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും കൂടി ഒരു ബ്ലോക്ക് അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ സൊസൈറ്റി രൂപീകരിച്ചത്. നാഷണൽ NGO കോൺഫെഡറേഷന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നവർക്ക് തട്ടിപ്പിൽ ബന്ധമുണ്ടോ എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സ്കൂട്ടർ വിതരണത്തിലടക്കം അനന്തുവിനൊപ്പം ഉണ്ടായിരുന്ന ഭാരവാഹികൾ ഇടയ്ക്ക് വെച്ച് ഒഴിഞ്ഞുപോയിരുന്നു. പണം കൈകാര്യം ചെയ്തിട്ടില്ലെന്നാണ് ഇവരുടെ വാദം. എന്നാൽ തട്ടിപ്പിനെക്കുറിച്ച് ഇവർക്ക് ബോധ്യമുണ്ടായിരുന്നുവെന്നാണ് പോലീസ് സംശയിക്കുന്നത്. NGO കോൺഫെഡറേഷൻ നേതാക്കളെ ഉടൻ ചോദ്യം ചെയ്യും. പകുതി വിലയ്ക്ക് സ്കൂട്ടർ വിതരണം ചെയ്യുന്ന മറ്റു സംഘടനകളുടെ പ്രവർത്തനങ്ങളും പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.